ഹലോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് മീൻ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ 1 കിലോ മീൻ, 1 കിലോത്തിൽ കൂടുതലായിട്ട് കുറച്ച് മീനുണ്ടാവും. 1 കിലോ അരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കണക്കാണ് കേട്ടോ അത്. അപ്പോൾ അതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ ആദ്യം തന്നെ 2 സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളകും പൊടിയും പിന്നെ ഒരു 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി സുർക്കയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ സുർക്കയ്ക്ക് പകരമായിട്ട് നാരങ്ങ നീര് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പൊടിയൊക്കെ ഒന്ന് മീനിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വെട്ടുന്ന സമയം അവിടെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ആ മീൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. കേദര മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മീനിക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസാലയിൽ ഉപ്പിട്ട് കൊടുക്കാൻ മറന്നതായിരുന്നു. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയമൊന്നും ഞാനിവിടെ വെക്കണില്ല. നമ്മൾ ആ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. ആ ഒരു സമയം മാത്രമേ ഇവിടെ വെക്കുന്നുള്ളൂ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലെല്ലാം പിടിച്ച് വന്നോളും. എരിവും ഉപ്പും പുളിയും എല്ലാം നന്നായിട്ട് തന്നെ പിടിച്ചോളും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ മീനിൽ മസാലയൊക്കെ ഞാൻ തേച്ചിട്ടുണ്ട്. ഞാൻ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതാ 1 കിലോ അരിയും 1 കിലോ മീനും 1 കിലോ മീനത്തിലേറെ കൂടുതൽ മീനുണ്ടാവും കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഒരു 4 ഉള്ളിയും ഒരു 4-5 തക്കാളി 4-5 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇതാ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് മുറിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള കുറച്ച് മല്ലിയിലയും പുതിനയിലും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീനൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ മീൻ പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മീൻ മുങ്ങി കിടക്കുന്ന വിധത്തിലല്ല പൊരിച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ പൊരിച്ച് കോരാം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഞാൻ ഈ മീനിൽ ഇതാ കളറും കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടില്ല. കാശ്മീരി മുളക് പൊടിയോ അതേപോലെ കളറോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. സാധാ നമ്മളെ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമുക്ക് ബിരിയാണിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കളറൊക്കെ ചേർത്ത് കൊടുക്കുക. അതേപോലെ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ മീനിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഭാഗം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ മീൻ ഇതാ നല്ലോണം 2 ഭാഗം നല്ലോണം അങ്ങോട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് അങ്ങോട്ട് കോരി മാറ്റണം. അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കുന്നത് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എണ്ണ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ മീനൊക്കെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതിൽ തന്നെ ഇട്ടിട്ട് അങ്ങോട്ട് വഴറ്റുക. അപ്പോൾ നമ്മൾ ആ മീനിൻ്റെ ആ ഒരു നല്ലൊരു മണവും കിട്ടും. നമ്മളെ മീൻ ബിരിയാണി അല്ലേ വെക്കണം. അപ്പോൾ മീനിൻ്റെ നല്ലൊരു മണമൊക്കെ ആ എണ്ണയിൽ തന്നെ ഉണ്ടാവുമല്ലോ. മീൻ പൊരിച്ചെടുത്ത എണ്ണയാണല്ലോ. അപ്പോൾ ഞാനിതിക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഉള്ളിയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളെ ഉള്ളിയൊക്കെ മുറിച്ചെടുത്ത് ഇതിലേക്ക് ഉള്ളിയിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കുമ്പോഴാണ് ആ ഒരു ബിരിയാണിക്ക് അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയിട്ട് കൊടുത്തിട്ട് ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒന്ന് വഴറ്റാതെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ എല്ലാം പച്ചക്ക് ഇട്ടിട്ട് തന്നെ. അപ്പോൾ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ ഇവിടെ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക, താക്കോലം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ ഉള്ളി നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങോട്ട് വാടി വന്നപ്പോഴാണ് ഞാൻ തക്കാളിയും പച്ചമുളകും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി തക്കാളി നല്ലോണം ഇങ്ങോട്ട് ഇതിൽ കിടന്നിട്ട് നല്ലോണം വെന്ത് വാടി ഇങ്ങോട്ട് വരട്ടെ കേട്ടോ. അപ്പോഴാണ് നമ്മളെ ചോറ് നല്ല രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ബിരിയാണിയൊക്കെ പല വിധത്തിലും പല ഇതിലൊക്കെ വെക്കാമല്ലോ അല്ലേ. അപ്പോൾ ബിരിയാണീൻ്റെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ നമ്മൾ അരി കഴുകിയിട്ട് നമ്മൾ 10 മിനിറ്റ് ഇവിടെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്.
മസാല റെഡി നമ്മളെ വെള്ളമൊക്കെ തിളക്കോളം ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഒരു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അപ്പോൾ നമ്മൾ മീനിക്ക് ഒരു 2 സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിക്കൊരു 2-3 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സാക്കി കൊടുക്കുക. നല്ലോണം മിക്സാക്കിയിട്ട് ആ വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ ഒക്കെ പച്ച ടേസ്റ്റ് മാറുന്ന വരെ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം മല്ലിയിലും പുതിനയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള മസാലപ്പൊടി പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണിൻ്റെ ഉണ്ടാവും. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് ബിരിയാണി മസാലയും 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ 1 ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം പൊടികളൊക്കെ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മളിത് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു പാത്രത്തിൽ ഒരു 1/4 പാത്രം തൈര് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം വേണം തോന്നുകയാണെങ്കിൽ ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. മസാല ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മളെ മസാല ഇവിടെ റെഡിയായി. നമ്മളെ മീൻ ഫ്രൈ ആക്കി വെച്ചത് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് മീൻ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലോണം ഇളക്കിയിട്ട് ആ മസാലയൊക്കെ എല്ലായിടത്തും ആവണ വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ മീൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ 1 മിനിറ്റ് 1-2 മിനിറ്റ് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം. ആ മസാലയിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മീൻ അങ്ങനെ അതാ നമ്മൾ അരിക്കുള്ള വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ ഞാൻ നാരങ്ങാനീരും അതേപോലെ തന്നെ സൺഫ്ലവർ ഓയിലും ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ നെയ്ച്ചോറൊക്കെ ഇടുന്ന ആ ഇല ഉണ്ടല്ലോ ആ പോലെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അരി ഇട്ടാലും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് മസാല ഞാനിതാ ആദ്യം നിന്ന് ഈ പാത്രത്തിലേക്ക് നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് അതുകൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പാത്രത്തിലാകുമ്പോൾ നമുക്ക് ചോറ് ദമ്മിടാനുള്ള ആ ഒരു വലുപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മാറ്റിയത് കേട്ടോ. ഇനി നമുക്ക് ചോറ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീനൊക്കെ എനിക്ക് അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചോറിട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചീണ പോലെ തന്നെ അതിലേക്കുള്ള ഗരം മസാലയും അതേപോലെ തന്നെ നെയ്യ് മല്ലിച്ചപ്പ് പുതിന അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഉള്ളി വറുത്ത് കോരിയിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉള്ളി വറുത്ത് കോരി ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അത് ലാസ്റ്റ് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. ചെറിയൊരു തീയിലിട്ടിട്ട് ഗ്യാസുമ്മല്ലേ നമ്മൾ കുറേ സമയം നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു 5-6 മിനിറ്റൊക്കെ ഞാനിതോടെ അടച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ ബിരിയാണി ഇതാ തുറന്ന് നോക്കുക കേട്ടോ. തുറക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ ബിരിയാണിക്ക്. നമ്മൾ അടുപ്പത്ത് വെച്ചാൽ ഇത് കയറി ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ബിരിയാണിക്ക്. നമ്മൾ വിറകൊക്കെ കത്തിച്ചിട്ട് വെക്കുമ്പോൾ ഗ്യാസുമ്പോൾ വെക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ നമ്മളെ ചോറൊക്കെ ഇതാ വേവൊന്നും ഏറിയിട്ടില്ല കേട്ടോ. പാകത്തെ വേവായിട്ട് തന്നെ
കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഇതിൻ്റെ മേലെ നിന്ന് ആദ്യം മാറ്റിയെടുക്കേണ്ടത്. കാരണം നമ്മൾ മസാലയൊക്കെ ചെമ്പിൻ്റെ അടിയിലാണല്ലോ, പാത്രത്തിൻ്റെ അടിയിലാണല്ലോ. അപ്പോൾ ചോറ് അതിൻ്റെ മേലെ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതേവരേക്കും എല്ലാവർക്കും